സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഈ സ്റ്റഡി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിയാൽ മതി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8th സെക്കൻഡ് യൂണിറ്റ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒരു പോമാണ്. എമിലി ഡിക്കിൻസൺ എഴുതിയിട്ടുള്ള ഒരു പോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോയത്തിലോട്ട് കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ അങ്ങനെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം, അത് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഹോപ്പിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. പണ്ട് കാലത്ത് ഗ്രീക്സിൽ അവരുടെ ഗോഡായിട്ട് അറിയപ്പെട്ടിരുന്ന സിസു, അതുപോലെ തന്നെ വേറെ കുറേ ഗോഡുകളും കൂടി ചേർന്നിട്ട് ഒരു പെൻഡോറ എന്ന് പറയുന്ന ഒരു വുമണിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ദൈവങ്ങളൊക്കെ പെൻഡോറയുടെ വെഡ്ഡിങ് ഡേക്ക് പെൻഡോറയ്ക്ക് ഗിഫ്റ്റായിട്ടൊരു ബോക്സ് കൊടുത്തു. എന്നിട്ട് പെൻഡോറയോട് പറഞ്ഞു, ആ ബോക്സ് നീ തുറക്കരുത്, ഓക്കെ, അത് ക്ലോസ് ആയി നിൽക്കുന്ന ടൈം വരെ നിനക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, അത് നീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് ഇല്ലാതാവും എന്ന് പറഞ്ഞു. പക്ഷെ പെൻഡോറ എല്ലാ മനുഷ്യരെയും പോലെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടെംപ്ടേഷൻ കാരണം പെൻഡോറ ആ ബോക്സ് ഓപ്പൺ ചെയ്തു. ഈ ബോക്സിൽ എന്താ ഉള്ളത്? ഹ്യൂമൻസിൻ്റെ കുറേ വേഴ്സ്റ്റ് ക്വാളിറ്റീസൊക്കെ അടച്ചു വെച്ചിട്ടുള്ള ബോക്സാണ് കേട്ടോ ഈ ബോക്സ്. അപ്പോൾ പെൻഡോറ അത് തുറന്നപ്പോൾ തന്നെ അൺപ്ലസൻറ്റ് ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പെൻഡോറയ്ക്ക് സിക്നെസ്, പെയിന്, സഫറിങ്, ഗ്രീഡ്, ആങ്കർ, സോറോ ഇങ്ങനത്തെ ഫീലിങ്സ് എല്ലാം വരാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ പെൻഡോറ ആ ബോക്സ് അടക്കാണ്. പിന്നെ പെൻഡോറ ദൈവങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തതിന്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പെൻഡോറ ആ ബോക്സിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം വാസ് ലൈക്ക് കൈൻഡ് ആയിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പെൻഡോറ വീണ്ടും ആ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ആ ടൈമിൽ ഒരു ലവ്ലി ആയിട്ടുള്ള ലിറ്റിൽ ഏഞ്ചൽ വരികയാണ്. ആ ഏഞ്ചലാണ് ഹോപ്പ്, ഓക്കെ. അപ്പോൾ ആ ബോക്സിൽ നിന്ന് പിന്നെ വരുന്നതാണ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അങ്ങനെയാണ് എല്ലാ മിസറീസ് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ വരുമ്പോഴും ഹോപ്പ്, പ്രതീക്ഷ എന്നുള്ളത് നമുക്കൊരു കംഫേർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏത് പ്രശ്നം വരുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ആ പ്രതീക്ഷ അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പെൻഡോറയാണ് നമ്മളുടെ ഈ ലോകത്ത് വേദന എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് ഈ ബോക്സ് തുറന്നതോട് കൂടിയിട്ട്. അതുപോലെ തന്നെ പെൻഡോറ തന്നെയാണ് ഒരു പ്രതീക്ഷയും ഹോപ്പും തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. പെൻഡോറാസ് ബോക്സ്. This is an expression for anything that creates a number of unexpected problems. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ഈ പെൻഡോറാസ് ബോക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ താഴെ കാണിക്കുന്നുണ്ട്. യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിങ് എ പെൻഡോറാസ് ബോക്സ്. ഈ സോഷ്യൽ മീഡിയ ഒരു കെയറും ഇല്ലാണ്ട്, ശ്രദ്ധയില്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ പെൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്ത പോലെയാണ്, ആപത്തിൽ നമ്മൾ പെടും എന്നുള്ള ഒരു വാർണിങ്. അപ്പോൾ പെൻഡോറാസ് ബോക്സ് എന്നുള്ളതൊരു എക്സ്പ്രഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പെൻഡോറ? നിങ്ങൾ പെൻഡോറ ആണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? വുഡ് യു ഹാവ് ഓപ്പൺ ദി ബോക്സ്? വൈ? നിങ്ങൾ ആ ബോക്സ് ഓപ്പൺ ചെയ്യൂ, എന്തുകൊണ്ട്? അപ്പോൾ എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഓഫ് കോഴ്സ് ഞാൻ ഓപ്പൺ ചെയ്യും. ബിക്കോസ് നമ്മൾ ഹ്യൂമൻസാണ്, നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയായാലും നമ്മൾ അറിയാണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു പോകും. Why do you think that God placed hope in the box along with all the evils? എന്തുകൊണ്ടായിരിക്കും ഗോഡ് ഈ ഹോപ്പിനെയും ഈ ബോക്സിൽ എല്ലാ ഈവിൾസിൻ്റെ കൂടെയും ഹോപ്പിനെയും കൂടെയും വെച്ച്? ബിക്കോസ് നമുക്കറിയാം ഓരോ വിഷമങ്ങൾ വരുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗോഡ് ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈവിൾസിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ടുള്ളത്. ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്സ് അസ് ഇൻ ഹാർഡ് ടൈംസ്? എങ്ങനെയാണ് ഈ ഹാർഡ് ടൈംസിലൊക്കെ ഹോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലെ, ഹോപ്പ് എല്ലാ മിസ്റ്ററീസിനും നമ്മളെ ദുരിതങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കടന്നു പോകാനുള്ളൊരു പ്രതീക്ഷയായിട്ടാണ് തരുന്നത്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ടൈം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറിപ്പോകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്നതുകൊണ്ടാണ് ഹാർഡ് ടൈംസൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ പോയം നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഡസൻ ദ സ്റ്റോറി ഓഫ് പെൻഡോറ റിമൈൻഡ് അസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ഇൻ ദി ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി? അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികൂലാവസ്ഥയിൽ, ഈ പ്രതികൂലാവസ്ഥ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ പെൻഡോറയുടെ സ്റ്റോറിയിൽ ഹോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം. നെക്സ്റ്റ്, ഹാസ് ഹോപ്പ് എവർ ഹെൽപ്ഡ് അസ് ഇൻ ഹാർഡ് ടൈംസ്? ഹാർഡ് ടൈംസിൽ
എപ്പോഴെങ്കിലും ഹോപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയല്ലേ. നമ്മളുടെ ജീവിതത്തിൽ തന്നെ പല ഹാർഡ് ടൈംസിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് മൂവ് ഓൺ ചെയ്യുന്നത്. ലെറ്റ്സ് എക്സ്പ്ലോർ ദി ഐഡിയ ഫെർദർ ഇൻ എംലി ഡിക്കിൻസൺസ് പോയം ഹോപ്പ് ഇസ് ദി തിങ് വിത്ത് ഫെദേഴ്സ്. അപ്പോൾ പോയത്തിന് നോക്കാം. ഹോപ്പ് ഇസ് ദി തിങ് വിത്ത് ഫെദേഴ്സ് ബൈ എംലി ഡിക്കിൻസൺ. ഈ ഹോപ്പ് ഇസ് ദ തിങ് എന്നാണ് പറയുന്നത്. ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. വിത്ത് ഫെദേഴ്സ് ചിറകുകളുള്ള ഒരു വസ്തു. ചിറകുള്ള ഒരു വസ്തു എന്താണ്? നമുക്ക് ബേർഡാണല്ലേ ഓർമ്മ വരിക. എന്നാൽ ബേർഡാണെന്ന് പറയുന്നുണ്ടോ ഇവിടെ? ഇല്ല, ബേർഡാണെന്ന് പറയുന്നില്ല. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നാണ് പറയുന്നത്. ഫെദേഴ്സ് ഉള്ളൊരു തിങ് ആയിട്ടാണ് ഹോപ്പിനെ പറയുന്നത്. ഓക്കെ, അതായത് എല്ലാവരുടെ ഉള്ളിലും ഒരു പ്രതീക്ഷയുണ്ട്. അത് കണ്ടെത്താൻ ചിലപ്പോൾ നമ്മൾക്ക് കുറേ ടൈം എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്തും. അപ്പോൾ ആ പ്രതീക്ഷ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്കൊരു ഫെദേഴ്സ് തരുന്നത് അല്ലേ. കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു വിങ്സ് പോലെ നമുക്ക് പറന്നുയരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഈ ടൈറ്റിൽ പറയുന്നത്. ഓക്കെ, hope is the thing with feathers that perches in the soul and sings the tune without the words and never stops at all. അപ്പോൾ എന്താ പറയുന്നത്? ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ്, പ്രതീക്ഷ എന്നുള്ളത്, തിങ് എന്ന് പറഞ്ഞാൽ എന്താ? വസ്തു. ഫെദേഴ്സ് എന്ന് പറഞ്ഞാലോ തൂവൽ. അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു തൂവലുള്ള ഒരു സാധനം പോലെയാണ്, അല്ലെങ്കിൽ ഒരു വസ്തു പോലെയാണ് എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഒരു ബേർഡ് എന്നല്ലേ നോർമലി തൂവലൊക്കെ ഉണ്ടാവുക. ഒരു ബേർഡ് പോലെയാണ് എന്ന് പറയുന്നില്ല, ഒരു തൂവലുള്ള ഒരു വസ്തു പോലെ മാത്രമാണ് ഹോപ്പ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഹോപ്പ് എന്ന് പറയുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയാണല്ലോ. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ മനുഷ്യന് ചിറക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ പലരും സമയമെടുക്കും. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാലും അതിനൊരു വ്യക്തത എന്ന് പറയുന്നത് ഈ ഹോപ്പിനില്ല. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, അതിനൊരു വ്യക്തത നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് എന്താണ് ഹോപ്പ് എന്ന് പറയുന്നില്ല, ഒരു ഇൻഡയറക്റ്റായിട്ട് ഹോപ്പ് എന്താണ് എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. ദാറ്റ് പേർച്ചസ് ഇൻ ദി സോൾ. പേർച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേക്കേറുക. അതായത് ഒരു പക്ഷി ഒരു ചില്ലയിൽ നിന്ന് മറ്റേ ചില്ലയിൽ ഇരിക്കുന്നതിനാണ് നമ്മൾ പേർച്ചസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദാറ്റ് പേർച്ചസ് ഇൻ ദി സോൾ. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പോൾ നമ്മളുടെ ആത്മാവിനുള്ളിൽ ചേക്കേറിയിരിക്കുന്ന ഒരു സംഭവം, ഒരു വസ്തുവാണ് ഈ ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദി വേർഡ്സ്. ഈ ഹോപ്പ് എങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്? സിങ്സ് ദ ട്യൂൺ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ദി വേർഡ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ഭാഷ ഇല്ലാതെയാണ് ഹോപ്പ് നമ്മൾക്ക് ഓരോ ട്യൂണും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് മാത്രമാണ്. ആ ഫീലിംഗ് നമുക്ക് വാക്കുകളെയൊന്നും ചിലപ്പോൾ പറയാനേ കിട്ടില്ല. എങ്ങനെയാണ് ആ ഫീലിംഗ് ഉള്ളത് എന്ന് ഓരോ വ്യക്തിക്കും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും വാക്കാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹോപ്പ് എല്ലാവരുടെ ഉള്ളിലും ഒരു പ്രതീക്ഷ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളോടും നമ്മളെങ്ങനെ നേരിടണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരികയാണ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതിന് ഭാഷയുണ്ടോ? അതിന് ഭാഷയില്ല. അപ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദി വേർഡ്സ്. അപ്പോൾ ഹോപ്പും നമ്മളുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ, ആ സോളിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വേർഡ്സുകളില്ലാതെ ഫീലിങ്സിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് തരികയാണ്. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. എന്നിട്ട് ഈ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിനൊരു അന്ത്യമില്ല. നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ, അതിനൊരു അന്ത്യമില്ല. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദി ഗെയിൽ ഇസ് ഹിയർഡ് ആൻഡ് സോ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. അപ്പോൾ എന്താ പറയുന്നത്? ആൻഡ് സ്വീറ്റസ്റ്റ് ഈസ് ദി ഗെയിൽ ഈസ് ഹിയർഡ്. സ്വീറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മധുരമായിട്ടുള്ള, ഭയങ്കര സമാധാനം തരുന്ന. ഇസ് ദി ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനെയാണ് ഗെയിൽ എന്ന് പറയാം. ഹിയർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹിയർഡ്. ഏറ്റവും മധുരമായിട്ടുള്ള ആ ഗാനം, ആ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഹോപ്പ് ഒരു വേർഡ്സ് ഇല്ലാതെ
പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ മധുരമായിട്ടുള്ള ഗാനം ഈസ് ദി ഗെയിൽ, ഒരു കൊടുങ്കാറ്റ് വന്നാൽ പോലും ഈസ് ഹിയർഡ്, കേൾക്കുന്നുണ്ട്. അതായത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാൽ പോലും ഈ ഹോപ്പിൻ്റെ മധുരമായിട്ടുള്ള ആ ഗാനം, ആ ഒരു സമാധാനം തരൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. വലിയ ഒരു കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളെയാണ് കേട്ടോ. നമ്മളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴടക്കം നമ്മളുടെ ഉള്ളിലുള്ള ഹോപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. And sore must be the storm that could abash the little bird. And sore എന്ന് പറഞ്ഞാൽ എന്താ, കഠിനമായിട്ടുള്ള, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള, മസ്റ്റ് ബി ദ സ്റ്റോം, ആ കാറ്റ്, ആ ഗെയിൽ, ആ കൊടുങ്കാറ്റ് പറഞ്ഞില്ലേ, ആ കൊടുങ്കാറ്റ് ഏറ്റവും കഠിനമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ്, അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കഠിനമായിട്ടുള്ള, നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാവുമ്പോൾ മാത്രമാണ് ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. അബാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, തളർത്തുക. അപ്പോൾ ഈ ലിറ്റിൽ ബേർഡിനെ, ഹോപ്പ് എന്ന് പറയുന്ന ആ ലിറ്റിൽ ബേർഡിനെ തളർത്താൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ ലിറ്റിൽ ബേർഡ് ഒന്ന് ഒതുങ്ങിയിരിക്കുക, നമ്മളുടെ ഉള്ളിലുള്ള ഹോപ്പ് ഒന്ന് പതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുക. എപ്പോൾ മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ്. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം, ദാറ്റ് കെപ്റ്റ്, അത് നിലനിർത്തി, സോ മെനി, കുറേ പേരെ, വാം ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിരുന്ന ആ ഒരു ബേർഡ്, ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ബേർഡിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക അല്ലെങ്കിൽ തളർത്താൻ കഴിയുന്ന ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ എപ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ. അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും അത്യാവശ്യം ഓക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഈ ഹോപ്പ് എന്ത് തരും, ആശ്വാസം തരുന്നുണ്ട്. I have heard it in the chilliest land and on the strangest sea, yet never in extremity it asked a cramp of me. അപ്പോൾ എന്താ പറയുന്നത്, ഐ ഹാവ് ഹിയർഡ് ഇറ്റ് ഇൻ ദി ചില്ലിയസ്റ്റ് ലാൻഡ്. ചില്ലിയസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതികഠിനമായിട്ടുള്ള, ഏറ്റവും തണുപ്പേറിയിട്ടുള്ള ലാൻഡിൽ, ഭൂമിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹിയർഡ്, എന്ത് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ആ ബേർഡിൻ്റെ ശബ്ദം, ആ ബേർഡിൻ്റെ ഹോപ്പിൻ്റെ ശബ്ദം. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടൈമിലടക്കം, ജീവിതത്തിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടൈമിലടക്കം ഹോപ്പിൻ്റെ ആ ഒരു വിളി ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൺ ദി സ്ട്രേഞ്ചസ്റ്റ് സീ, സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രേഞ്ചസ് എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള, നമുക്ക് അറിയാത്ത, അൺനോൺ ആയിട്ടുള്ള സീ, അതായത് സീൻ്റെ ആഴോ അല്ലെങ്കിൽ അതിൻ്റെ ദൂരമോ ഒന്നും നമുക്കറിയില്ല, അൺനോൺ ആണ്. ഇവിടെ എന്താണ് മെറ്റഫർ ചെയ്യുന്നത്, സ്ട്രേഞ്ചസ് സീ എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് എത്രത്തോളം ഉണ്ട്, ജീവിതം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആഴം എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ ദൂരം എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സ്ട്രേഞ്ചസ് സീയിലടക്കം ഞാൻ ആ കിളിയുടെ ശബ്ദം, ആ ഹോപ്പിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി, എന്നിരുന്നാലും ഒരിക്കലും, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഇൻ എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം, ഏറ്റവും അറ്റം, കഷ്ടകാലത്തിൻ്റെ അങ്ങേ അറ്റം എത്തുമ്പോഴും ഇറ്റ് ആസ്ക്ഡ് എ ക്രാമ്പ് ഓഫ് മീ, ഇറ്റ് ആസ്ക്ഡ് എ ക്രാമ്പ് ഓഫ് മീ എന്ന് പറയുന്നത്, ഒരു ക്രാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പക്കഷ്ണം പോലും അത് എന്നോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പോലും ഭക്ഷണമോ എന്തെങ്കിലും കാര്യം ആ ബേർഡ് എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും ഡാർക്ക് ടൈമിൽ, അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് അൺനോൺ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് അൺനോണാണ്, നമുക്കറിയില്ല, ഭയങ്കര സ്ട്രേഞ്ചാണ് ചില സിറ്റുവേഷൻസൊക്കെ. നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിലടക്കം ഇതിൻ്റെ ഹോപ്പിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇൻ റിട്ടേൺ ഏറ്റവും അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞാൽ പോലും ഹോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഹോപ്പ് നമ്മളെ എല്ലാ സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ റിട്ടേൺ ഹോപ്പ് ഒന്നും നമ്മളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഈ ഒരു സ്റ്റാൻസിൽ എമിലി പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മനോഹരമായിട്ടാണല്ലേ എമിലി ഡിക്കിൻസൺ ഹോപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാ ലൈൻസും നമ്മൾ പറഞ്ഞു, എല്ലാ വേർഡിൻ്റെ മീനിങ്ങും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.